ഇന്ന് ദൈവാത്മാവിനെ ഓർപ്പിച്ച ഒരു തിരുവചനമുണ്ട്, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത് വാക്യം. അടുത്ത വാക്യം കൂടെ. നമുക്ക് കാര്യമുള്ളത് ഈ തിരുവചനം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയതാണെന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം തന്നെ എബ്രായ ക്രിസ്ത്യാനികൾ അനേകർ ദൈവഭാഗത്ത് വന്നു. അങ്ങനെ അവിടെ വലിയ പീഡകളൊക്കെ ഉണ്ടായപ്പോൾ അവർ വീണ്ടും വിശ്വാസം വിട്ടുപോയി. അവരെ ആദ്യ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ എഴുതിയതാണ് ഈ പുസ്തകം, ഈ എബ്രായ ലേഖനം. ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട്. യേശുവിനെ ഒരു രണ്ടാം കിടക്കാരനായിട്ടാണ് കണ്ടത്. മോശയാണ് അവരുടെ ദൈവം. എന്നാൽ മോശ ദൈവത്തിൻ്റെ പ്രമാണം എഴുതിയെന്നും അത് പ്രവർത്തിക്കുന്നത് യേശുവാണെന്നും ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ആ വിശ്വാസികളെ തിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയ യേശു ആരാണ്? അവൻ സ്തോത്രം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. 1-ാം അധ്യായം 2. അവൻ മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയാണ്, തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, പ്രൈസ് ദി ലോർഡ്, പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനാണ്. ഇതെല്ലാം പറഞ്ഞ് അവരെ ആദ്യ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ എഴുതിയ വചനത്തിൽ 3-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് വ്യക്തമായിട്ട് അവരെ ഒന്നുകൂടെ ഗ്രഹിപ്പിക്കുന്നൊരു വിഷയമുണ്ട്. പഴയ നിയമ ഇസ്രായേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ മിസ്രയീമിൽ നിന്ന് ആരാധനയ്ക്ക് വേണ്ടി പോരുന്ന വേളയിൽ ചെങ്കടൽ കടന്നു. സീനായുടെ പർവ്വതം മുതൽ പ്രമാണം വാങ്ങിച്ച് പ്രമാണത്തിൽ ആരാധിക്കുന്ന ജനം. മരുഭൂമിയിൽ ഒന്നുമില്ല. പക്ഷേ വിളിച്ച ദൈവം വിശുദ്ധനാണ് എന്നിവ കേട്ടതുപോലെ അവരുടെ കാല് വീങ്ങിയില്ല, വസ്ത്രം പഴകയില്ല. അവർ തന്നെയുമല്ല, അവർ ഷെക്കീന എന്ന കെട്ടിടത്തിൻ്റെ കീഴിൽ അവർ വാർത്തത്. വെള്ളമില്ലായിരുന്നു. വെള്ളം ഒരിക്കലും പ്രൈസ് ദി ലോർഡ് മരുഭൂമിയിലെ വെള്ളമല്ല കൊടുത്തത്, മരുഭൂമിയിൽ വെള്ളമില്ല. പ്രൈസ് മരുഭൂമി തുറക്കുന്ന ദൈവം, വെള്ളം മുഴുവൻ ദൈവത്തിൻ്റെ, അത് നമ്മുടെ ജീവൻ്റെ ഉറവയാണത്. പ്രൈസ് ദി ലോർഡ് രഫീദീമിൽ വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ പാറയിൽ നിൽക്കും, നീ എന്നെ ആ വടി കൊണ്ട് അടിക്കണം. നിനക്കറിയാം. പ്രൈസ് ദി ലോർഡ് ആ പാറയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷോപലക്ഷം ജനത്തിനുള്ള വെള്ളവും കന്നുകാലികൾക്ക് വെള്ളവും മരുഭൂമിയിലെ ചൂടേൽക്കാതെ പൊടിയേക്കാതെ ഇത്ര പ്യൂരിഫൈ ചെയ്ത വെള്ളം അത്രയും ജനത്തിന് കൊടുക്കാൻ കരുതിയ ദൈവമാണെങ്കിൽ, മരുഭൂമിയിൽ കരുതിയ ദൈവമാണെങ്കിൽ, ദൈവമക്കളെ, അവൻ്റെ രക്തത്താൽ പിറന്ന നമ്മെ ഈ ലോക മരുഭൂമിയിൽ എത്രമാത്രം അത്ഭുതകരമായി, ചിന്തകൾക്കപ്പുറമായി, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായി, നമ്മുടെ വഴികൾക്കപ്പുറമായി ദൈവം നമ്മെ നടത്തും. ആ ദൈവത്തിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ആ കാര്യങ്ങൾ നടത്തിയ വിധങ്ങളൊക്കെ പറഞ്ഞ് അനുഭവിച്ച് അവർ വന്നവരാ. സ്തോത്രം. അവർ 40 വർഷം 41 സ്ഥലത്ത് പാളയമടിച്ചു. സ്തോത്രം. ആ സ്ഥാനത്തൊക്കെ പ്രൈസ് ദി ലോർഡ് വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. പക്ഷേ അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, അനുസരിച്ചില്ല. 40 വർഷം ദൈവത്തിന് അവരോട് നീരസമായിരുന്നു. നീരസം ഉണ്ടായിട്ട് പോലും
ദൈവം ഇതെല്ലാം കൊടുത്തെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രൈസലോ. നമുക്കൊരാളുടെ നീരസം ഉണ്ടായാൽ അവർ വരുന്ന കാണുമ്പോഴേ എന്തു ചെയ്യും? തിരിഞ്ഞങ്ങ് പോവും. പ്രൈസലോ. അവരെ പിന്നെ നോക്കത്ത് പോലും ഇല്ല. ഒരു കാര്യം ഓർത്തുകൊള്ളണം, അങ്ങനെയുള്ള അനുഭവമായിരുന്നു വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനം കാണിച്ചത്. എന്നിട്ടും അവർ കോക്കാനം വരുമ്പോറും ആഹാരം കൊടുത്തു, വെള്ളം കൊടുത്തു, അവരുടെ വസ്ത്രം പഴകിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടത്തിയിട്ട് പോലും, ആ പ്രവൃത്തി കണ്ടിട്ട് പോലും വിശ്വസിക്കാതെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ടിട്ടും വിശ്വസിക്കാതെ, അനുസരിക്കാതെ അവർ മുന്നോട്ട് പോയി. എന്നാൽ 2 പേരൊഴികെ ബാക്കി മുഴുവൻ പട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. എന്നാൽ പുതിയ നിയമത്തിൽ പ്രൈസ് ദി ലോർഡ് ഒരു സ്വസ്ഥത നമുക്ക് വെച്ചിട്ടുണ്ട്. ആ സ്വസ്ഥതയിൽ നാം കയറി പോകണമെന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ വാഗ്ദത്തത്തിൽ നമ്മൾ ചെല്ലണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ കൈപ്പണിയല്ലാത്ത പാർപ്പിടമുണ്ടല്ലോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, അവിടെ നമ്മൾ ചെല്ലേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ പിറന്ന ദൈവമക്കൾ കൃപയിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആ കൃപയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കരുത്. പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങൾ ഉണ്ട്. ആ സമയത്ത് സ്വസ്ഥതയെ ലാക്കാക്കിക്കൊണ്ട് ദൈവജനം മുന്നോട്ട് പോകണം. ഒരു സ്വസ്ഥതയുടെ ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നഷ്ടമായി പോകാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മ നിയോഗത്തിൽ ഇന്നത്തെ ദൈവമക്കളോട് പറഞ്ഞ ഒരു ദൂതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. 4-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 11-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്ക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടെ പോകണ്ടേ? കർത്തൃകാല മുഴമ്പുകൾ പോകണ്ടേ? സ്വസ്ഥതയിൽ ചെല്ലണ്ടേ? പ്രൈസ് ദി ലോർഡ്. 2 പേര് ഒഴികെ ബാക്കി മുഴുവൻ പഴയ നിയമത്തിൽ പട്ടുപോയി. സ്തോത്രം. നമ്മെ വീണ്ടെടുത്ത യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയോർത്താൽ, ആ സ്നേഹമോർത്താൽ, ആ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ നാക്ക് ചലിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അനുസരണക്കേണ്ട സമദൃഷ്ടാന്തം ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് അടി വരച്ചോണം. വീഴാതിരിക്കേണ്ടതിന് നാം അവൻ്റെ സ്വസ്ഥതയിൽ ഉത്സാഹിക്കാം. അത് ഇന്ന് പകൽ ദൈവാത്മാവ് പുറമറ്റ സഭയോടുള്ള നമ്മളോടെല്ലാം പറയുന്ന ഒരാലോചനയാണ്. സ്തോത്രം. അതിന് ഉത്സാഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, 1 പ്രാണൻ, 2 ആത്മാവ്, 3 സദ്യമച്ചകൾ, പ്രൈസ് ദി ലോർഡ്, വേർപിടിക്കും വരെ തുളച്ചു ചെല്ലും. ഇത് മലപ്പുറം കത്തി അല്ലിത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഹൃദയത്തിനകത്തേക്ക്, പ്രൈസ് ദി ലോർഡ്, പ്രാണനെയും ആത്മാവിനെയും തൊടുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാണനെ തകർക്കാൻ, നിന്റെ ആത്മാവിനെ തകർക്കാൻ പിശാച് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനെ തകർക്കുന്ന വാളാണ് ഈ വാള്. ഈ വാളിന്റെ പേര് വചനം എന്ന ആത്മാവിന്റെ വാള്. പിശാചിന്റെ തന്ത്രങ്ങളോട് നിൽക്കാൻ, നിന്നെ ആത്മീയമായി വളർത്താതിരിപ്പാൻ, മുന്നോട്ട് വിടാതിരിപ്പാൻ, മരിയിൽ പട്ടുപോകുവാൻ, നിന്റെ പ്രാണനില്ലാതായി പോകുവാൻ ശത്രു നോക്കുന്ന ഒരു കാലഘട്ടമായി ഇത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അസ്ഥിമജ്ജകളിൽ വരെ ഇത് തുളച്ചു ചെല്ലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ തകർക്കാൻ നോക്കുന്ന പിശാച്, ആമേൻ, നീ എത്തേണ്ട സ്ഥാനത്തെത്താതെ നിന്റെ പ്രാണനെ തകർക്കാൻ, നിന്റെ ആത്മമണ്ഡലത്തെ തകർക്കാൻ, ഹല്ലേലൂയ, നിന്റെ ശരീരത്തിന്റെ അസ്ഥിമജ്ജകളെ തകർത്ത് നീ രോഗിയായി കിടക്കുവാൻ നോക്കുന്ന സ്ഥാനത്ത് ഈ ഇരുവായ്ത്തലുള്ള വാളാകുന്ന വചനത്തിന്റെ ശക്തി, വചനം അയച്ച് നിന്നെ വിടുവിക്കുക, നിന്നെ സൗഖ്യമാക്കുക, നിന്നെ കുഴികളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. Praise the Lord. നമ്മുടെ ഹൃദയത്തിലെ ഭാവങ്ങളും ചിന്തകളെ എന്ത് ചെയ്യും? ഈ വിവേചനപരം വരുമ്പോഴാണ് ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കുന്ന വിഷയം വെളിപ്പെട്ട് വരുന്നത്, ഭാവനയൊക്കെ വെളിപ്പെട്ട് വരുന്നത്. ഇത് വെളിപ്പെട്ട് വരുമ്പോൾ പലർക്കും ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനത്തിൻ്റെ മുമ്പിൽ മറയാൻ ആർക്കും പറ്റില്ല. ദൈവവചനത്തിൻ്റെ മുമ്പിൽ മറയാൻ പറ്റില്ല. അവനുമായിട്ടാണ് നമുക്കിപ്പോൾ ഇടപാടുള്ളത്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഈ വചനം എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. 42 വർഷം കഴിഞ്ഞ് 43-ാമത്തെ വർഷത്തിൽ കയറി 6 മാസമായി ഒരു കാല് നഷ്ടപ്പെട്ടിട്ട്, കൈ നഷ്ടപ്പെട്ടിട്ട്, ഇന്നും ഒരു റെസ്റ്റില്ലാതെ ഓടിക്കുന്നത് ഈ വചനമാണ്. ഈ വചനമാണ് എന്നെ കുഴിയിൽ നിന്ന് കരകയറ്റിയത്. പ്രൈസ് ദി ലോർഡ്. വെല്ലൂർ ആശുപത്രി തള്ളിക്കളഞ്ഞു ശവം കൊണ്ടുവെക്കാൻ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ജീവനോട് നിർത്തിയിരിക്കുന്നത് ഈ ജീവന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. റെജിമോൻ സഭയിൽ നിന്ന് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അവിടെ ആയിരിക്കുന്ന കാലത്ത്, പ്രൈസ് ദി ലോർഡ്, 2008 ആ ചർച്ചിൽ എനിക്ക് 3 ദിവസം ഉപവാസ പ്രാർത്ഥന സൂക്ഷിപ്പാനിടയായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ അനേക സുഹൃത്തുക്കൾ ഇപ്പോൾ ആ ചർച്ചിലുണ്ട്. പ്രൈസ് ഗോഡ്. ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അനിയൻ അവിടെ ശുശ്രൂഷകനാ. ഇതുപോലൊരു ഭാഗ്യം ആർക്കും ലഭിക്കുകയില്ല. പ്രൈസ് ഗോഡ്. ഒത്തിരി അനുഭവങ്ങളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിതിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പാട്ടുപാടി തേനിലും മധുരം, അല്ലേ? ഈ വചനം തേനിനേക്കാൾ മധുരമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് പാലാണ്, ഇത് ഭക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും പാല് കുടിച്ചിരിക്കുന്ന മണവാട്ടിയാകരുത്. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന മണവാട്ടി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മമണവാളൻ വിവാഹത്തിന് വരുമ്പോൾ ശിശുവായിരിക്കുന്ന മണവാട്ടിയെ ദൈവത്തിന് വേണ്ട. വേണോ? പ്രൈസ് ദി ലോർഡ്. 50 വർഷമായി പാലും കുടിച്ചുകൊണ്ടിരിക്കുന്ന മണവാട്ടിയാണെങ്കിൽ ഇന്നും ശിശുവാ, ഇല്ലേ? വളർന്നിട്ടില്ല. എന്നാൽ വളരണമെങ്കിൽ ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. ഭക്ഷിച്ചാൽ ഒരു വളർച്ചയുണ്ടാകും, ഹൃദയത്തിന് സന്തോഷമുണ്ടാകും. ആ വചനം അകത്ത് വന്നാൽ ഒരു പുഷ്ടി വരും. ആ പുഷ്ടി ദൈവാലയത്തിലുണ്ട്. ആനന്ദ നദി അവിടെ ഉണ്ട്, അവിടെ ഒരു പുഷ്ടിയുണ്ട്. അകത്ത് പുഷ്ടി വന്നാൽ നിന്നെ ഏത് ദേശത്ത് ഒരു മൃഗത്തെ പോലെ കഴുത്തിൽ നുകം വെച്ച് എഴുന്നേൽപ്പിക്കെന്ന് പറഞ്ഞാൽ ഈ പുഷ്ടി വരുമ്പോൾ ആ നുകം ഒടിയും. നീ എവിടെ തലകുനിച്ചോ അവിടെ തന്നെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയുടെ ഇന്ന് പകൽ നീ ദൈവത്തിന്റെ വചനത്താൽ ആത്മാവിന്റെ ശക്തിയാൽ ഈ ഹല്ലേലൂയ വചനം കണ്ടെത്തി ഭക്ഷിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഈ വചനം തീയാണ്.
ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാ. കഠിന ഹൃദയങ്ങളെ അടിച്ചുടച്ച് മെഴുകുപോലാക്കുന്ന വചനമാണിത്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചന ഹൃദയത്തിലില്ലാതെ വചനം വേണ്ട നടക്കുന്ന കാലഘട്ടം, വചനം ദുർലഭമായ കാലഘട്ടം, ദർശനം ഏറെയില്ലാത്ത കാലഘട്ടം, ഉടകമന ഹത്തന അനേക തലമുറകളെ നശിപ്പിക്കുന്ന കാലഘട്ടം, അനേക ദൈവദാസന്മാരെ ഉറക്കിക്കളയുന്ന കാലഘട്ടം, പെട്ടകം ഹല്ലേലൂയ പിടിക്കപ്പെടുന്ന കാലഘട്ടം, സ്തോത്രമില്ലാത്ത കാലഘട്ടം, ഹല്ലേലൂയ ആരാധനയില്ലാത്ത കാലഘട്ടം. ഹല്ലേലൂയ. സ്തോത്രയാഗമാകുന്ന മഹത്വത്തിന്റെ രാജാവ് പെട്ടകം പിടിക്കപ്പെടുന്ന കാലഘട്ടം, സ്തോത്രമില്ലാത്ത കാലഘട്ടം, സ്തുതിയില്ലാത്ത കാലഘട്ടം, അനേക തലമുറകളെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകരുടെ ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടില്ലാത്ത സ്ഥലത്ത് മര്യാദ കെട്ട് കിടക്കുന്ന സ്ഥലം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ വചന ഹൃദയത്തിനകത്തേക്ക് വരട്ടെ. നിശ്ചയമായിട്ടും ഒരു വിടുതലുണ്ട്. 10 വർഷം കഴിഞ്ഞ് വടി പിടിച്ച് നടക്കണമെന്ന് പറഞ്ഞ് കൃത്രിമക്കാർ ഉപയോഗിക്കത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നു, 10 വർഷം കഴിയുമ്പോൾ സ്റ്റമ്പ് ചുരുങ്ങിപ്പോകും, അത് ചിലപ്പം ഡെഡായി പോകും. മസിൽസ് ഇല്ലെങ്കിൽ അവിടെ സെൻസേഷൻ ഇല്ല. എന്നാൽ 42 വർഷം കഴിഞ്ഞു, 43 കയറി, 43-ാമത്തെ വർഷത്തിൽ കയറി, 6-ാമത്തെ മാസം. ഇന്ന് നടത്തുന്നത് വചനത്തിൻ്റെ ശക്തിയാണ്.